ഹായ് ഓൾ, എല്ലാവർക്കും ടെല്ല PSലേക്ക് സ്വാഗതം. ഞാൻ റീജ. അപ്പോൾ പ്രൊജക്ട് 5am ഹിസ്റ്ററി രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന്. അപ്പൊ എല്ലാവരും രാവിലെ 5 മണിക്കൊക്കെ എണീറ്റ് ഇങ്ങനെ റെഡി ആയിട്ട് പഠിക്കാനിരിക്കുകയാണ് അല്ലെ. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഈ വർഷം നിങ്ങൾക്ക് നിരവധി എക്സാംസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനു വേണ്ട ഏറ്റവും പുതിയ ഇൻഫോർമേഷൻസ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആൻസർ ആയി മാറുന്ന നമ്മുടെ പുതിയ SCRT-യിലെ ചില ചോദ്യങ്ങളാണ്. അപ്പൊ എപ്പോഴും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കാം അല്ലെ. ഇപ്പൊ രാവിലെ നല്ല ഫ്രഷ് ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. രാവിലെ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ മറക്കാറില്ല എന്നാണ് കേൾക്കുന്നത്. കാര്യം എന്താണ്? ഫ്രഷ് ബ്രെയിൻ ആണ്, വേറെ അധിക ചിന്തകൾ ഒന്നുമില്ല. നല്ല പഠിക്കാനായിട്ട് ഇങ്ങനെ തെളിഞ്ഞ രീതിയിൽ വന്നിരിക്കുകയാണ്. ഇപ്പൊ തന്നെ സമയം ഒന്നും കളയാണ്ട് നമുക്ക് എനർജറ്റിക് ആയിട്ട് പഠിക്കാം. റെഡിയാണല്ലോ അല്ലേ? അപ്പൊ ആദ്യ ചോദ്യം ഇതാണ്. എല്ലാവരും നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ കമന്റ് ചെയ്യുക. ആദ്യ ചോദ്യം, 1789 ഫ്രാൻസിൽ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്ത്? അപ്പോ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവ സമയമാണ് 1789 അല്ലെ. ഫ്രാൻസ് ആണ്. ഫ്രഞ്ച് വിപ്ലവം ഓർക്കണം. നമ്മുടെ ഹിസ്റ്ററിയിൽ, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കുന്ന വിപ്ലവങ്ങളിൽ ഒന്നാണ് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുമ്പോൾ മനസ്സിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഓടി വന്നില്ലേ? ബൂർവൻ രാജവാഴ്ച അവസാനിപ്പിച്ചത് ഓർമ്മ വന്നില്ലേ? അതെ, ആ ഫ്രഞ്ച് വിപ്ലവം 1789 അവരൊരു കറൻസി പുറത്തിറക്കി. ആ കറൻസിയുടെ പേരെന്താ? എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. എന്താണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ആണ്, അസനാറ്റ്. ആൻസർ എന്താണ്? അസനാറ്റ്. അപ്പൊ ഈ ആൻസർ അസനാറ്റ് ആണ് എന്ന് പഠിച്ചു. പുതിയ SCRT ടെക്സ്റ്റ് ബുക്കിലാണ് ഈ ഒരു കണ്ടന്റ് വന്നത്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ഇനി എന്തായി മാറും? റാങ്ക് മേക്കിംഗ് ആയി മാറും. അപ്പൊ നിങ്ങൾക്ക് ആ മാർക്ക് നിസ്സാരമായി കിട്ടും. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഈ ചോദ്യത്തിൽ സ്കൂൾ ബുക്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്? ഒരു ബോക്സിലൊക്കെ കൊടുത്ത് ഇതിന്റെ പിക്ചർ ഒക്കെ താണ്ടിരിക്കുന്നു. അസനാറ്റ് ഇതാണ്, ഈ കാണുന്നതാണ് അസനാറ്റ്. ഇത് എന്നാണ് നിലവിൽ വന്നത്? 1789 ഫ്രാൻസിൽ ഇത് അവതരിപ്പിച്ചു. പക്ഷെ ഇവര് വ്യാപകമായിട്ട് ഇതങ്ങ് അച്ചടിക്കാൻ തുടങ്ങി. എല്ലാത്തിനും ഇതങ്ങ് അച്ചടിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? പണപ്പെരുപ്പം ഉണ്ടായി. പണപ്പെരുപ്പം ഉണ്ടായപ്പോ ഇത് പിൻവലിക്കേണ്ടി വരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? 1796 ആയപ്പോഴത്തേക്ക് ഇത് പിൻവലിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പൊ സ്കൂൾ ബുക്കിലെ പ്രത്യേകിച്ച് പോയിന്റ്സ് പറയുന്നില്ല, ജസ്റ്റ് 89 കൊണ്ടുവന്നു. 96 ഇത് പിൻവലിച്ചു. അപ്പൊ നോക്കിയേ, ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കുക, ദേശീയ കടം വീട്ടാനുള്ള ബോണ്ട്, പണം ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിച്ചു. ഗവൺമെന്റ് ചെലവുകൾ വഹിക്കുന്നതിനായി അമിത അളവിൽ എന്ത് ചെയ്യുന്നു? അസനാറ്റ് അച്ചടിച്ചിറക്കുന്നു. ഇത് പണപ്പെരുപ്പത്തിനും കറൻസിയുടെ ദ്രുതഗതിയിലുള്ള മൂല്യ തകർച്ചയ്ക്കും കാരണമായി അവസാനം ഇത് പിൻവലിക്കേണ്ടി വരികയാണ്. സെറ്റ് അല്ലേ? അപ്പൊ അസനാറ്റ് എന്ന് ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ നിങ്ങൾ പേടിക്കില്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ചോദ്യം ഇതാണ്. സാമൂഹ്യ ഉടമ്പടി എന്ന കൃതി രചിച്ചത് ആരാണ്? സോഷ്യൽ കോൺട്രാക്ട് എന്ന് ഇംഗ്ലീഷിലും ഈ ചോദ്യം പ്രതീക്ഷിക്കാം. സാമൂഹ്യ ഉടമ്പടി എന്ന കൃതി രചിച്ചത് 4 ഓപ്ഷൻസ് ഉണ്ട്. ആരായിരിക്കും? മനുഷ്യൻ ജനിക്കുന്നത് ചങ്ങലകളിലാണ്, സ്വതന്ത്രനായിട്ടാണെങ്കിലും അവൻ എല്ലായിടവും ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് വിപ്ലവം നമ്മുടെ റൂസോയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ റൂസോ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ റൂസോ. അപ്പോ ഇദ്ദേഹത്തെ കുറിച്ച് എന്താണ് സ്കൂൾ ബുക്കിൽ കിടക്കുന്നത്? ഇത് പഴയ SCRT ബുക്കിലും ഇതുപോലൊരു ഫോട്ടോയും കുറച്ച് കണ്ടന്റുകളും ഉണ്ട്. പുതിയ SCRT-യിലും അവർ റൂസോയെ കളഞ്ഞില്ല. കളയാൻ പറ്റുമോ? അത്ര പ്രസിദ്ധനല്ലേ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയാണ്ട് ഫ്രാൻസ് വിപ്ലവത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ദ സോഷ്യൽ കോൺട്രാക്ട്, സാമൂഹ്യ ഉടമ്പടി എന്നാണ് ഈ കൃതിയുടെ മലയാളം. ഇംഗ്ലീഷിലും സോഷ്യൽ കോൺട്രാക്ട് എന്ന് മലയാളത്തിൽ എഴുതി ചോദിക്കാറുണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും ഓർത്തുകൊള്ളുക. വിദ്യാഭ്യാസ ചിന്തകനാണ്, രാഷ്ട്രമീമാംസകനാണ് നമ്മുടെ റൂസോ. അപ്പൊ ഇദ്ദേഹമാണ് ഒരു വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് സംസാരിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ജനങ്ങൾ തങ്ങളുടെ ക്ഷേമം, അതുപോലെ ഉന്നമനം, ഇതിനു വേണ്ടിയിട്ട് ഒരു കരാർ പ്രകാരമാണ് രാജാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് രാജാവ്? ജനങ്ങൾക്ക് വേണ്ടി. അവരുടെ ക്ഷേമവും അവരുടെ ഉന്നമനവും അവരുടെ വികസനവും ഒക്കെ നോക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഒരു കരാർ വ്യവസ്ഥയാണ് രാജാവുമായിട്ട്.
ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചാൽ പിന്നെ അങ്ങേർക്ക് ഈ സ്ഥാനത്തിരിക്കാൻ അധികാരമുണ്ടോ? ഇല്ല. അപ്പോ അതിനാൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുന്നു എന്ന് ഇദ്ദേഹം പറയുന്നു. സോഷ്യൽ കോൺട്രാക്ട് അല്ലെങ്കിൽ സാമൂഹിക ഉടമ്പടി, ജനങ്ങളും രാജാവും തമ്മിലാണ് ഉടമ്പടി. അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് രാജാവിനെ ഇവർ ഒരു കരാർ അടിസ്ഥാനത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. ഇത് ലംഘിച്ചാലോ പിന്നെ ആ സ്ഥാനത്തിരിക്കാൻ രാജാവിന് യാതൊരു അധികാരവുമില്ല എന്നാണ് നമ്മുടെ റൂസോ പ്രസ്താവിച്ചത്. ഇനി നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്നും റൂസോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നല്ല നിയമമാണെങ്കിൽ നല്ല പൗരരെ സൃഷ്ടിക്കും. ഇനി റൂസോ പറയുന്നു നിലവിലുള്ള അധികാര ഘടനയെ, ഫ്രാൻസിൽ നിലനിന്ന അധികാര ഘടനയൊക്കെ അദ്ദേഹം എതിർത്തു. റൂസോയുടെ ആശയങ്ങൾ പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്ന് റൂസോ പറയുന്നുണ്ട്. അപ്പൊ റൂസോയുടെ കൃതികൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനം നൽകിയ കൃതികളാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് റൂസോയുമായി ബന്ധപ്പെട്ട് സ്കൂൾ ബുക്കിൽ ഉള്ളത്. അപ്പൊ റൂസോ സെറ്റ് അല്ലേ? റൂസോയുടെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഇനി ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട നമുക്ക് മറ്റൊരു സാഹിത്യകാരനെ കാണാൻ സാധിക്കും. മറ്റാരുമല്ല, വോൾട്ടേർ. വോൾട്ടേറിന്റെ പ്രസിദ്ധമായ കൃതി ഏതാണ് എന്നാണ് ചോദ്യം. വോൾട്ടേറുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ കൃതി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. സോഷ്യൽ കോൺട്രാക്ട് റൂസോയുടെ ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആൻസർ കാൻഡിഡ്. കാൻഡിഡ് ആണ് നമ്മുടെ വോൾട്ടേറിന്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതി. ഇതാണ് പുസ്തകം, കണ്ട വോൾട്ടേർ. ഇദ്ദേഹമാണ് വോൾട്ടേർ. കാൻഡിഡെ കണ്ടു, വോൾട്ടേറിനെ കണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ കൃതി കണ്ടല്ലോ. സെറ്റല്ലേ? അപ്പൊ വോൾട്ടേർ എന്ന് പറയുമ്പോൾ തത്വചിന്തകനാണ്, ചരിത്രകാരനാണ്, ആക്ഷേപഹാസ്യകാരനുമാണ്. മനുഷ്യ സ്നേഹിയായിരുന്നു, ദൈവനിഷേധിയായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം പുരോഹിതന്മാരെയൊക്കെ എന്ത് ചെയ്തു? ആക്ഷേപഹാസ്യത്തിലൂടെ പരിഹസിക്കുന്നുണ്ട്. ലേഖനങ്ങളിലൂടെയൊക്കെ നിരന്തരം ഇദ്ദേഹം വിമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകളും രചനകളും ഒക്കെ കാരണം ഇദ്ദേഹത്തിനെ ഫ്രാൻസിൽ നിന്ന് പുറത്താക്കി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ലേഖനങ്ങൾ, ഇദ്ദേഹത്തിന്റെ നിലപാടുകൾ കാരണം ഫ്രാൻസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇപ്പൊ വോൾട്ടേറിന്റെ കൃതിയാണ് നമ്മൾ പഠിച്ചത്, കാൻഡിഡെ. ക്ലിയർ ആണ്? ഇപ്പൊ റൂസോയുടെ കൃതി ഓർക്കാലോ, സോഷ്യൽ കോൺട്രാക്ട്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എല്ലായിടവും ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് റൂസോ ആണ്. ഇപ്പൊ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട റൂസോയെയും വോൾട്ടേറിനെയും നമ്മൾ കണ്ടു. 1789 അവർ പുറത്തിറക്കിയ അസനാറ്റ് എന്ന കറൻസിയും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് മറ്റൊരു സാഹിത്യകാരൻ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കണ്ടേ? അതും കൂടെ നമുക്കങ്ങ് പഠിച്ചേക്കാം. സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി കാണുന്നത് മോണ്ടെസ്ക്യൂ. മോണ്ടെസ്ക്യൂവിന്റെ ഭരണത്തിന്റെ 3 ഘടകങ്ങൾ എന്താണ്? മോണ്ടെസ്ക്യൂവുമായി ബന്ധപ്പെട്ട് മോണ്ടെസ്ക്യൂ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഘടകങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ള ഘടകങ്ങളാണ്. ആൻസർ നിയമം നിർമ്മിക്കൽ, ഭരണ നിർവഹണം, ന്യായ വ്യവസ്ഥ. അപ്പൊ നമുക്ക് നീതിയുണ്ട്, നിയമം നിർമ്മിക്കലുണ്ട്, അതുപോലെ തന്നെ ഭരണം നിർവഹിക്കണം. നമ്മുടെ ഇന്ത്യയിലും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് മോണ്ടെസ്ക്യൂ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു വ്യക്തി, ആ വ്യക്തി തന്നെ ഈ 3 കാര്യങ്ങൾ ചെയ്യരുത്. അധികാര വിഭജനം ഉണ്ടാകണം. സാധാരണ എല്ലായിടത്തും ഒരു രാജാവുണ്ട്, രാജാവ് തന്നെ നിയമം നിർമ്മിക്കും, രാജാവ് തന്നെ ശിക്ഷ നടപ്പിലാക്കും, രാജാവ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഭരണവും നടത്തുന്നു. അപ്പൊ ഈ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്ത ആളുകളായിരിക്കണം ചെയ്യേണ്ടത്. അധികാരം വിഭജിക്കണം, ഇവ പരസ്പരം ഇന്റർറിലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് മോണ്ടെസ്ക്യൂ പറയുന്നു. ക്ലിയർ ആണ്? ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ നീതി നിർവഹണത്തിന് കോടതികളുണ്ട്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ജില്ലാ കോടതിയും സിവിൽ കോടതിയും അങ്ങനെ കോടതികളുണ്ട് അല്ലെ? അപ്പൊ നിയമം നിർമ്മിക്കാനോ പാർലമെന്റ് ഉണ്ട്. പാർലമെന്റിൽ രാജ്യസഭ, ലോക്സഭ, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിടണം. അപ്പൊ അങ്ങനൊരു പ്രത്യേക രീതി അവിടെ ഉണ്ട്. ഇനി ഭരണം നിർവഹിക്കുന്നത് ആരാണ്? ഭരണം നിർവഹിക്കാൻ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും സഹകരണ മന്ത്രിമാരും അങ്ങനെ കുറച്ച് വിഭാഗം വേറെയുണ്ട്. അപ്പോ നമ്മളുടെ ഈ ഒരു ഇന്ത്യയെ എടുക്കുമ്പോൾ 3 കിടക്കുകയല്ലേ, വിഭജിച്ചു കിടക്കുകയല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രത്തിന് നല്ല രീതിയിൽ നിലനിൽക്കാൻ സാധിക്കൂ എന്ന് മോണ്ടെസ്ക്യൂ അഭിപ്രായപ്പെട്ടു. ഇനി മോണ്ടെസ്ക്യൂവുമായി ബന്ധപ്പെട്ട് സ്കൂൾ ബുക്കിൽ എന്തൊക്കെ കിടക്കുന്നു നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് മോണ്ടെസ്ക്യൂ. സെറ്റ് ആണല്ലോ? ഇപ്പൊ റൂസോയെ പഠിച്ചു, വോൾട്ടേറിനെ പഠിച്ചു, മോണ്ടെസ്ക്യൂവിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി
നമുക്ക് മോണ്ടസ്ക്യൂ ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങൾ, രാഷ്ട്രത്തിന്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു. അപ്പൊ ക്രൈസ്തവ സഭയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അത് അദ്ദേഹം വിമർശിച്ചു. ഇത് കൂടാണ്ട് രാഷ്ട്രം ഒരു സ്വേച്ഛാധിപത്യ രീതിയിലാണ് പോകുന്നത്, ജനങ്ങളുടെ നന്മ നോക്കുന്നില്ല, രാജാവ് സ്വേച്ഛാധിപതിയായി പെരുമാറുന്നു എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നു കാട്ടി. എന്നിട്ടോ നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെന്റിന്റെ അധികാരത്തെ നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം ഇങ്ങനെ മൂന്നാക്കി മാറണം എന്ന് പറയുന്നു. ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി പറഞ്ഞേ. ഭരണനിർവഹണം, നീതിന്യായം, നിയമം നിർമ്മിക്കൽ. എല്ലാവർക്കും മനസ്സിലായില്ലേ? നിയമം നിർമ്മിക്കുന്നു, നീതിന്യായമുണ്ട്, പിന്നെയുള്ളത് നമ്മുടെ ഭരണനിർവഹണമാണ്. മൂന്നെണ്ണമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. നമ്മുടെ ഇന്ത്യയിലും അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതി കൂടി നമ്മൾ പഠിക്കണം. നിയമത്തിന്റെ ആത്മാവ്. ഇത് മലയാളത്തിൽ ചോദിക്കാറുണ്ട്. സ്പിരിറ്റ് ഓഫ് ലോസ്. സ്പിരിറ്റ് ഓഫ് ലോസ്, ഇംഗ്ലീഷിൽ, മലയാളത്തിൽ നിയമത്തിന്റെ ആത്മാവ്. ഇതാണ് അദ്ദേഹത്തിന്റെ കൃതി. അപ്പോ ഗവൺമെന്റിന്റെ തത്വങ്ങൾ, നിയമത്തിന്റെ ഭരണഘടനയുടെ പരിണാമം, ഇതൊക്കെ വിശകലനം ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. ഈ കൃതി പഠിച്ചു വെക്കുക. സ്പിരിറ്റ് ഓഫ് ലോസ് ആരുടെ കൃതിയാണ്? നിയമത്തിന്റെ ആത്മാവ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം മോണ്ടസ്ക്യൂ ആണ്. അപ്പോ നിങ്ങൾ സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി പഠിച്ചു, കാൻഡിഡ് എന്ന കൃതി പഠിച്ചു, സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന കൃതിയും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതാണ് നിയമനിർമ്മാണം, നീതിന്യായം, അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞ ലെജിസ്ലേഷൻ, എക്സിക്യൂഷൻ, ജുഡീഷ്യറി, നീതിന്യായം. ഇനി മോണ്ടസ്ക്യൂ അധികാര വിഭജന സിദ്ധാന്തം ഏത് രാജ്യത്തിന്റെ ഭരണഘടനയെ സ്വാധീനിച്ചു? അപ്പൊ മോണ്ടസ്ക്യൂ കൊണ്ടുവന്ന ഈ അധികാര വിഭജനം, ഈ മൂന്ന് രീതിയിലുള്ള വിഭജനം അമേരിക്കൻ ഐക്യനാടുകളെ സ്വാധീനിച്ചു. USA അവരുടെ ആദ്യ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ ഈ മൂന്ന് ആശയങ്ങൾ അവിടെ ഉപയോഗിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്താദ്യമായി ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്കയാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന US-ൻ്റെതാണ്. എന്നാൽ ലോകത്തിൽ ഏറ്റവും നീളം കൂടിയ, ഏറ്റവും വലിയ ലെങ്തിയ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടേതാണ്. ക്ലിയർ അല്ലേ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് അല്ലെങ്കിൽ സൃഷ്ടി ശില്പി ഇതൊക്കെ ആരാണോ? അത് BR അംബേദ്കർ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അമേരിക്കൻ ഐക്യനാടുകളാണ് മോണ്ടസ്ക്യൂവിന്റെ ഈ ആശയങ്ങൾ കടമെടുത്തത് എന്ന് പഠിച്ചു വെക്കുക. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബ്രസീൽ എന്ന രാജ്യം കണ്ടെത്തിയത് ആരാണ്? അപ്പോ ബ്രസീൽ എന്ന് പറയുന്ന രാജ്യം കണ്ടെത്തിയത് ആരായിരിക്കും? ആരാണ്? പോർച്ചുഗീസ് സാമ്രാജ്യത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ, നമ്മളുടെ യൂറോപ്യൻ ആഗമനമാണ് കേരള ഹിസ്റ്ററിയുടെ ആദ്യ ടോപ്പിക് സിലബസിൽ തന്നെ അല്ലെ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പേരാണ് കബ്രാൾ. 1498 വാസ്കോഡ് ഗാമ വരുന്നത്. വാസ്കോഡ് ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് എത്തുന്ന വ്യക്തി അത് പെഡ്രോ അൽവാരിസ് കബ്രാൾ ആണ്. പെഡ്രോ അൽവാരിസ് കബ്രാൾ ആണ്. ഇദ്ദേഹമാണ് ബ്രസീൽ കണ്ടെത്തുന്നത്. ക്ലിയർ അല്ലേ? ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. അതിൽ വാസ്കോഡ് ഗാമ കോഴിക്കോട് കാപ്പാട് ചേമഞ്ചേരി പഞ്ചായത്തിലാണ് വന്നിറങ്ങുന്നത്. പന്തലായനി എന്ന സ്ഥലം ഓർക്കുക. ക്ലിയർ ആണ്? വാസ്കോഡ് ഗാമ കോഴിക്കോട് വന്നിറങ്ങുന്നു, എന്നിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് കണ്ണൂരുമായിട്ടാണ് അല്ലെ. അപ്പോ കബ്രാള് വന്നിട്ട് ആരുമായി ബന്ധം സ്ഥാപിച്ചു? കൊച്ചിയുമായിട്ടാണ് വ്യാപാര ബന്ധം സ്ഥാപിച്ചത്. ഇനി നമുക്ക് സ്കൂൾ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. പെഡ്രോ അൽവാരിസ് കബ്രാൾ ബ്രസീല് പര്യവേഷണം ചെയ്യുന്നു. ഇനി ഫെർഡിനാൻഡ് മെഗല്ലൻ ആദ്യം ലോകം ചുറ്റി സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് അല്ലെ. ആദ്യമായി സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച വ്യക്തിയാണ് മെഗല്ലൻ. അടുത്തത് ന്യൂ ഫൗണ്ട്ലാൻഡ് ആണ്. ജോൺ കബോട്ട്. ആരാണ് ന്യൂ ഫൗണ്ട്ലാൻഡ് കണ്ടെത്തിയത്? ഇംഗ്ലണ്ടിലുള്ള ഹെൻറി ഏഴാമന്റെ നിർദ്ദേശപ്രകാരം കപ്പലിൽ പര്യവേഷണം നടത്തിയ വ്യക്തിയാണ് ജോൺ കബോട്ട്. ഇദ്ദേഹം 1497 ന്യൂ ഫൗണ്ട്ലാൻഡ് കണ്ടെത്തിയത്. ക്ലിയർ ആണ്? ആരാണ് ന്യൂ ഫൗണ്ട്ലാൻഡ് കണ്ടെത്തിയത്? ജോൺ കബോട്ട് ആണ്. ഇനി ത്രികക്ഷി സഖ്യം ഉൾപ്പെടാത്ത രാജ്യങ്ങൾ ഏതൊക്കെ? അപ്പോ നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം, ഫസ്റ്റ് വേൾഡ് വാർ 1914 മുതൽ 18 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം നീണ്ടു നിന്നത്. ത്രികക്ഷി സഖ്യം 2 സഖ്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. ഉൾപ്പെടാത്ത രാജ്യമാണിത്.
2 സഖ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ സഖ്യങ്ങളാണ് ട്രിപ്പിൾ അലയൻസ് എന്നും ട്രിപ്പിൾ എൻഡറ്റ് എന്നും പറയാം. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവുമാണ്. ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. ത്രികക്ഷി സഖ്യത്തിൽ ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദം ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ ഫ്രണ്ട്സ് എന്ന് നമ്മൾ എഴുതി നോക്കുക, FRIE. അപ്പൊ ഇവിടെ F ഫ്രാൻസ് വരുന്നുണ്ട്, R റഷ്യ വരുന്നുണ്ട്, ഇനി E ഇംഗ്ലണ്ട് വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ചാടി ഇറ്റലി ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വരും. അങ്ങനെ ഐയും വരും. ക്ലിയർ ആണ്? അപ്പൊ ഫ്രണ്ട്സ്, സൗഹാർദ്ദം എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ. അപ്പൊ ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇറ്റലി ഇങ്ങോട്ട് മറുകണ്ഠം ചാടുന്നുണ്ട് അല്ലെ? വിജയ രാഷ്ട്രത്തിലേക്ക് ഇറ്റലി മറുകണ്ഠം ചാടുന്നത് നമുക്കറിയാം. 1914 to 18, 1918 വരെയാണ് നമ്മളുടെ 1-ാം ലോകമഹായുദ്ധം നീണ്ടു നിന്നത്. 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സംഘടന നിലവിൽ വരുന്നത്. അപ്പൊ അത് പരാജയത്തെ തുടർന്നാണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻ, ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം കാക്കോരി സംഭവം നടന്ന വർഷമാണ്. അപ്പോ വാലന്റൈൻസ് ഡേ ആണ് ഇന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ കൂടി ആശംസിക്കുകയാണ്. ഇത് കൂടാണ്ട് മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നമ്മളുടെ പ്രണയം ആരോടാണ്? പഠനത്തെ പ്രണയിക്കാം അല്ലെ? നമുക്ക് പ്രണയം പഠനത്തോടാണ്, PSC ജോലിയോടാണ്. എത്രയും വേഗം ഒരു കിടിലൻ ജോബ് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. അത് ഈ വർഷം, ഈ 2026 തന്നെ പൂവണിയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അപ്പോ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആകുമ്പോൾ ടെല PSC നിങ്ങൾക്കൊരു ഓഫർ തരണ്ടേ? അതെ, നിങ്ങളുടെ ഓഫർ മറ്റൊന്നുമല്ല, CPO, അതുപോലെ തന്നെ CEO, പിന്നെ നമ്മളുടെ ഫയർമാൻ ബാച്ച്. ഈ ബാച്ചുകൾ ഇനി അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ബാച്ചാണ്. 45 ദിവസത്തേക്കാണ് ഫ്രീ ആയിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണോ ഇതിനകത്ത് നമ്മുടെ മെന്റർഷിപ്പ് ബാച്ച് ക്ലാസ് പോകുന്നത്, അപ്പൊ ആസ് പെർ ദ ടൈം ടേബിൾ നിങ്ങൾക്ക് കൃത്യമായി ക്ലാസ്സുകൾ ഉണ്ടാകും. മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ക്ലാസ്സും, സാറ്റർഡേ എന്ന് പറയുന്നത് റിവിഷനും, സാറ്റർഡേ എക്സാമും സൺഡേ റിവിഷനുമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ കൃത്യമായി നമ്മൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്, എങ്ങനെയാണ് ലൈവ് വരുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇനി യൂട്യൂബിലൂടെയും ആപ്പിലൂടെയും, ടെല ലേണിംഗ് ആപ്പാണ്, ആപ്പിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 45 ഡേയ്സ് പഠിക്കാം. ഇതിന്റെ ബാച്ച് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ 499 ഉള്ളൂ ഇതിന്റെ ഒരു ബാച്ച് കോഴ്സ്, നോർമൽ ബാച്ച് ഫീ. ഇപ്പോൾ നമ്മളുടെ വാലന്റൈൻസ് ഡേ ഓഫർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാൻസ് ഒരിക്കലും മിസ്സാക്കരുത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇനി മുതൽ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കണ്ടു തുടങ്ങുക. അപ്പൊ നമ്മുടെ ചോദ്യം കാക്കോരി സംഭവം നടന്ന വർഷമാണ്. ആൻസർ 1925. കാക്കോരി സംഭവം ആയുധങ്ങൾ വാങ്ങാൻ പണം കണ്ടെത്താനായി 1925 ഓഗസ്റ്റ് 9 വിപ്ലവകാരികൾ ഉത്തർപ്രദേശില് ലക്നൌവിനടുത്തുള്ള കാക്കോരിയിൽ വെച്ച് ഈ തീവണ്ടി, അതായത് 8 ഡൗൺ തീവണ്ടിയാണ്, അത് തടയുന്നു. എന്നിട്ട് പണം കൈക്കലാക്കുന്നു. എവിടെയാണ് കാക്കോരി സംഭവം നടന്നത്? ഉത്തർപ്രദേശിലാണ്, ലക്നൌവിലാണ്. ഏത് തീവണ്ടിയാണ് തടഞ്ഞത്? 8 ഡൗൺ തീവണ്ടി. ഓക്കെയാണ്. ഏത് സ്ഥലമാണ്? ഉത്തർപ്രദേശ്, ലക്നൌവില്, കാക്കോരിയിൽ വെച്ചിട്ടാണ്. ഇനി ഈ ഒരുപാട് പേര് ഈ ഒരു കേസിൽ അറസ്റ്റിലാകുന്നുണ്ട്. രാം പ്രസാദ് ബിസ്മിൽ, അഷ്റഫുള്ള ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ്, ഈ കേസിൽ ഇവർക്ക് വധശിക്ഷ ലഭിക്കുന്നു. ആർക്കൊക്കെയാണ്? അതായത് അഷ്റഫുള്ള ഖാൻ ഉണ്ട്, രാം പ്രസാദ് ബിസ്മിൽ ഉണ്ട്, രാജേന്ദ്ര ലാഹിരി ഉണ്ട്, റോഷൻ സിംഗ് ഉണ്ട്. അപ്പൊ ഈ ആരൊക്കെ വധശിക്ഷയായി, അല്ലെങ്കിൽ വധശിക്ഷ ആർക്കൊക്കെയാണ് വിധിച്ചത് എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇതിൽ 4 പേരുടെ പേരുകൾ വരാൻ സാധ്യതയുണ്ട്. നിരവധി പേരാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. 1925 സംഭവം. ഉത്തർപ്രദേശിലാണ്, ലക്നൌവിലാണ്. ക്ലിയർ ആണ്? ഓഗസ്റ്റ് 9. 4 പേരെ ആൻഡമാൻ ദ്വീപിലേക്ക് നാടുകടത്തി. 17 പേർക്കാണ് തടവ് ശിക്ഷ ലഭിച്ചത്. ക്ലിയർ ആണ്? അപ്പോ നമ്മള് ലാഹോർ, അതായത് ഉത്തർപ്രദേശിലെ ലാഹോർ, അതായത് ലക്നൌ എന്ന ഉത്തർപ്രദേശിലെ ഈ ഒരു സംഭവം, കാക്കോരി ട്രെയിൻ കവർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ക്ലാസ്സുകളുണ്ട്. കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഉണ്ട്, പ്രൊജക്ട് 5am ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ ഇനി ഫ്രീ ക്ലാസ്സുകളുടെ ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോ ഏറെയുണ്ടോ സ്വപ്നം, കൂടെയുണ്ട് ടെല്ല. താങ്ക് യു, ബൈ.